ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോൺ ബ്രിട്ടാസ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള CPIM എന്ന് പറയുന്ന സംഘടനയുടെ 3 രാജ്യസഭാ പിമാരിൽ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ പ്രമുഖനായിട്ടുള്ള രാജ്യസഭാ MP എന്ന് പറയുന്നത് റഹീമാണ്. മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഇന്നാണ് അറിയുന്നത്, ശിവദാസൻ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു MP കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് CPIMന്റെ നോമിനിയായിട്ട് പോയിട്ടുണ്ടെന്ന് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിലാണ് ഞാൻ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പിമാരുടെ ലിസ്റ്റ് ഞാൻ ചുമ്മാ എടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയിരിക്കുന്നത് CPIMന്റെ പിമാരുടെ ലിസ്റ്റ് എടുത്തപ്പോഴാണ് ശിവദാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കാണുന്നത്. മേ ബി ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന മാധ്യമങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള വാക്ചാതുര്യം ഇല്ലായിരിക്കാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഭയിലെ പെർഫോമൻസ് വളരെയധികം വീക്ക് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ ആഘോഷമാക്കാത്തതായിരിക്കുന്നത്. എന്നാലും വരും കാലയളവിൽ അദ്ദേഹം മികച്ചൊരു പാർലമെന്റേറിയനായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇനി ഒരു അംഗത്തിനുള്ള ബാല്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം കേരളമായിരുന്നു അവസാനത്തെ കച്ചിത്തുരുമ്പ്, അത് നഷ്ടമായി എന്ന് തന്നെ പറയാം. വെറും 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി LDF എന്ന് പറയുന്ന മുന്നണി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരു അംഗത്തിനുള്ള ബാല്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. എന്നാലും കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് എയറിലാണ്. ആക്ടർ വിനായകൻ എന്ന് പറയുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹം പോലും എടുത്ത് വലിച്ചു വാരിട്ട് അലക്കി. നമുക്കറിയാം, ജന്തർ മന്ദറിൽ നടന്ന CJP സമരം. ഈ ഒരു CJP സമരവുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന് വളരെയധികം വികാരാധീനനായിട്ട് പ്രസംഗങ്ങളും മറ്റും നടത്തിക്കൊണ്ടുവന്നത്. അതിനൊരു മറുപടിയുമായിട്ട് നമ്മുടെ ആക്ടർ വിനായകൻ വന്നിട്ടുണ്ട്. വിനായകനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വിനായകൻ 2 പെഗ് അടിച്ചിരിപ്പോൾ വിനായകൻ അല്ലാതെയാവും. പിന്നെ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി ഉണരും. അങ്ങനെ ക്രിയേറ്റിവിറ്റി ഉണരുന്ന സമയത്ത് പലരും എയറിൽ പോകാറുണ്ട്. എന്തായാലും ഇത്തവണ അങ്ങനെ പോകാനൊരു ഭാഗ്യം കിട്ടിയത് നമ്മുടെ ജോൺ ബ്രിട്ടാസിനാണ്. മറ്റൊരു ഷിറ്റ് യുവതി യുവാക്കളുടെ സമരം ഹൈജാക്ക് ചെയ്യാതെ വല്ല പണിയെടുത്ത് കുടുംബം പോറ്റടാ എന്നാണ് വിനായകൻ പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി തന്നെ നമ്മുടെ വിനായകനെ സൈബർ സഹാക്കൾ തള്ളിപ്പറഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. മുൻപ് വിനായകനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് വാളും പരിചയം എടുത്തുകൊണ്ടിരുന്ന സൈബർ സഹാക്കൾ എല്ലാവരും തന്നെ ഇത്തവണ വിനായകന് എതിരായിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP നേതാവും ഈ പറയുന്ന ജോൺ ബ്രിട്ടാസിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇദ്ദേഹം RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ പേരുള്ള ആളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ 3ാമത്തെ ആളാണ് ഞാൻ, ജോൺ ബ്രിട്ടാസ്. ഇത് കണ്ടപ്പോഴാണ് സുരേന്ദ്രന്റെ വക ട്രോൾ വന്നത്. പ്രിയപ്പെട്ട ജോൺ ബ്രിട്ടാസ്, വിധേയത്വമാവാം, എന്നാൽ ഇങ്ങനെ മുട്ടിൽ ഇഴയരുത്. കേരളത്തിൽ ജന്തർ മന്ദർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ സമരത്തിൽ 5000-ലധികം SFI DYFI പ്രവർത്തകർക്കെതിരെ കേസ് കേരള പോലീസ് എടുത്തിട്ടുണ്ട്. അതിൽ മിക്കതും നോൺ ബെയിലബിൾ ഒഫൻസ് അനുസരിച്ചാണ്. ഇതിന് മുൻപ് CIA സമരത്തിനും ബീഫ് സമരത്തിനും SIR സമരത്തിനടക്കം ഇമാതിരി വിഡിത്തം കാണിച്ചതുകൊണ്ടാണ് VD സതീശൻ അധികാരത്തിൽ വന്നതും താങ്കളും റഹീമും CPIMന്റെ അവസാനത്തെ രാജ്യസഭാ അംഗങ്ങളായിരുന്നു. സത്യമാണ്. ഇനി ഈ ഒരു ടൈമിൽ CPIM എന്ന് പറയുന്ന സംഘടനയ്ക്ക് കേരളത്തിൽ നിന്ന് ഒരു രാജ്യസഭാ MP അയക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ CPIM എന്ന് പറയുന്നതായിരുന്നു പാർട്ടിയുടെ നട്ടല്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അട്ടപടലം തീർന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഡൽഹിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇവരെല്ലാം അടയും ചക്കരയും ബീരിയാകുന്ന കാരണം ഇപ്പൊ കേരളത്തിൽ ഇവർക്കെതിരെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവുമായിട്ട് ഇവർ ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. കേരളത്തിന് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം അടയും ചക്കരയും ഒട്ടിയിരിക്കും. അതാണ് യാഥാർത്ഥ്യം. അധികം വൈകാതെ നമ്മുടെ കേരളത്തിലും ഒരു പക്ഷേ ഈ പറഞ്ഞ ഇന്ത്യയും മുന്നണിയൊക്കെ വന്നെന്നെങ്കിലും SFI നേതാവായിട്ടുള്ള ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി പോലീസ് ഡൽഹിയിലുള്ള CPIMന്റെ ദേശീയ ആസ്ഥാനത്തേക്ക് എത്തി. അവരെ തടഞ്ഞുകൊണ്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് നടത്തിയ വൺ ഷോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെയധികം ആഘോഷമാകുകയായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം എനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ये देखो, ये नेशनल पॉलिटिकल पार्टी का ऑफिस में ऐसे बार्जिन करने के लिए आपको किसने दिया? आपको इतना की कीमत है? बार्जिन तो किया ही नहीं. और क्या? You should ask the permission to come and stand here. What's your good name? Mr. Rajneesh. See, how did you have this himmat, courage to come and get inside? ना, बता दीजिए.
जानना पड़ेगा ना. Just tell me what is it. And what is this case about? Tell me, explain to me. I am straight away coming from the parliament. Delhi police cannot behave in this fashion. Please, Listen, tell me. this is NBW Ah. against her in case FIR number 21 of the I know this case. Therefore, This case has been pending for last several years. She going to present herself in the court on 30th. സോ ഇതായിരുന്നു എം പി ബ്രിട്ടാസിന്റെ ഇന്നലത്തെ വൺ മാൻ ഷോ. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അജ്ഞതയാണെന്ന് എനിക്കറിയത്തില്ല. ഡൽഹി പോലീസ് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ താങ്കളും പെടും. കാരണം വാറന്റ് കേസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ ഡ്യൂട്ടി ചെയ്യാണ്ട് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് താങ്കൾ എം പിയുടെ കാലാവധി കഴിയുമ്പോൾ താങ്കളും നോർമൽ ഒരു മനുഷ്യനാണ്. ആ സമയത്ത് വേണേൽ അവർക്ക് തട്ടി തോളം കയറ്റി അകത്തിടാം. ആ കാര്യം മറക്കരുത്. എന്നാലും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റ് നമുക്ക് കണ്ടുപോകാം. നിരാഹാരം കിടന്ന ഒരു വ്യക്തിയാണ്. അവരിപ്പോൾ ആശുപത്രിയിലായിരുന്നു. അവരെ ഇപ്പോൾ പഴയ ഒരു കേസ് പൊടുതട്ടിയെടുത്ത് പിടിച്ച് ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാ നേരിട്ട് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് പോലീസ്. ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കേറി വരാൻ വേണ്ടിയിട്ട് ഈ ഡൽഹി പോലീസിന് ഇതുപോലൊരു ധാർഷ്ട്യം ഉണ്ടാകേണ്ട കാര്യം എന്താണ്? എന്റെ അറിവിൽ നമ്മുടെ രാജ്യത്തെ കോടതികൾക്ക് മാത്രമേ ഉള്ളൂ ഒരു പൗരനെ അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അല്ലാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ തിരുവനന്തപുരം മേയറുള്ള VV രാജേഷ് നേരെ ഡൽഹിയിലേക്ക് ചെല്ലുക, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുള്ള അമിത്ഷായെ കാണുക, എന്നിട്ട് കാപ്പ കേസിൽ ജയിലിൽ കിടക്കുന്ന സുഗതനെ കേസ് ഒഴിവാക്കി പുറത്തിറക്കാനുള്ള നടപടി സ്വീകരിക്കുക. നിസ്സാരമല്ലേ? BJPയുടെ മേയറായിട്ടുള്ള VV രാജേഷ് അവിടെ ചെല്ലുന്നു, BJPയുടെ നേതാവായ അമിത്ഷായെ കാണുന്നു, അദ്ദേഹത്തിനോട് പറയുന്നു ഇന്ന പോലെ ഞങ്ങളൊരു കൗൺസിലർ ജയിലിൽ കിടക്കുക കാപ്പ കേസിൽ, ആ കാപ്പ കേസ് ഒന്ന് റദ്ദ് ചെയ്ത് തരണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഭരിക്കാണ്ട് സമാധാനത്തോടെ പറ്റത്തുള്ളൂ, പെട്ടെന്ന് തീരുമാനമാക്കി തരണം, ആ കേസെല്ലാം ഒന്ന് റദ്ദാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ കൃത്യമായിട്ട് ചെയ്തു തരത്തില്ലേ? എന്നെ പൊന്നണ്ണ, ഇമാതിരി മണ്ടത്തരം വിളിച്ച് പറയരുത്. ഒന്നുമില്ലേലും നിങ്ങളൊരു മാധ്യമ പ്രവർത്തനമല്ലായിരുന്നു. കോടതി ഉത്തരവ് ഫേക്കായിട്ട് ഉണ്ടായിക്കൊണ്ടാണോ അവിടെ വന്നത്? അങ്ങനെയാണ് നിങ്ങൾ കോടതിയിൽ പോയി ചോദ്യം ചെയ്യണം. ഇങ്ങനെ ഒരു അറസ്റ്റ് വാറന്റ് ഇല്ലായിരുന്നു, ഇത് അമിത്ഷായുടെ ഓഫീസിൽ നിന്നാണോ ഇത് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കോടതിയിൽ പോയി ചോദ്യം ചെയ്യായിരുന്നല്ലോ. എന്തായാലും ഇന്ന് ആ ഒരു കേസിനകത്ത് ആ ഐഷി ഘോഷ് എന്ന് പറയുന്ന നേതാവിന് ഇടക്കാല ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ആ ഒരു അറസ്റ്റ് വാറന്റ് റദ്ദ് ചെയ്തായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ദേശീയ പാർട്ടി ലോക്സഭയിലെ 543 സീറ്റുകളിൽ കുറഞ്ഞത് 2% എങ്കിലും വേണം ഈ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ വേണ്ടിയിട്ട്. അതായത് 11 MP, അത് 3 സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞത് വേണം. ആകപ്പാടെ 4 MP ഉള്ളൂ. ഈ ദേശീയ പാർട്ടി പദവി നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? 4 സംസ്ഥാനങ്ങളിലുള്ള സംസ്ഥാന പാർട്ടി പദവി കൊണ്ടാണ് ഇപ്പോൾ ദേശീയ പാർട്ടി എന്ന് പറയുന്ന ലേബലിൽ CPIM എന്ന് പറയുന്ന സംഘടന ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. കേരളം, തമിഴ്നാട്, ത്രിപുര, പശ്ചിമ ബംഗാൾ. ഇതിനകത്ത് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഏത് നിമിഷവും ഈ പറയുന്ന സംസ്ഥാന പാർട്ടി പദവി നഷ്ടമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ദേശീയ പാർട്ടി എന്നുള്ള ലേബലിൽ ചെന്നുകൊണ്ട് അധികകാലം നടക്കാൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. ആകപ്പാടെ 4 MP ഉള്ളൂ ഈ ദേശീയ പാർട്ടിക്ക് ലോക്സഭയിൽ. 11 പേര് വേണ്ടിടത്ത് 4 പേരേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ശരിയാണ്, ബൈ.